നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ അഭിമാന പോരാട്ടത്തിന് ഇറങ്ങുകയാണ് RSP. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കൊല്ലം ജില്ലയിൽ തകർന്നടിഞ്ഞിരുന്നു. ആകെ മത്സരിച്ച 5 സീറ്റിൽ 5ലും തോറ്റ പാർട്ടിക്ക് നിലവിൽ കേരളത്തിൽ ഒരു MLA പോലുമില്ല. എന്നാൽ പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി കൊല്ലം ജില്ലയിൽ RSP നേതാവ് NK പ്രേമചന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലെത്തിയത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ MP കൊല്ലം നിയമസഭാ സീറ്റിൽ മത്സരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രേമചന്ദ്രൻ മുന്നിൽ നിന്ന് നയിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട 5 സീറ്റിൽ 5ഉം പിടിക്കാൻ സാധിക്കുമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പ്രേമചന്ദ്രൻ മാറിയാൽ പകരം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് മണ്ഡലം പിടിക്കാൻ സാധിക്കുമോ എന്ന സംശയം മുന്നണിയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ പ്രേമചന്ദ്രനെ കാത്തിരിക്കുന്നത് UDFിലെ മന്ത്രിപദവിയാണ്. എന്നാൽ അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്നാണ് RSP ക്യാമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് RSPക്ക് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റിലും തോറ്റ പാർട്ടിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം പോലുമില്ല എന്നത് ഏറെ ഞെട്ടിക്കുന്ന ഘടകമാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് 3 സീറ്റുകൾ ജയിക്കുക എന്നതാണ് ഇത്തവണ RSPയുടെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ പ്രതീക്ഷയാണ് കൊല്ലം ജില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച 5ഇടങ്ങളിലും ദയനീയമായി തോറ്റ RSPക്ക് ഇത് തങ്ങളുടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണെന്നും കാണാൻ സാധിക്കും. കൊല്ലം എന്നാൽ RSP മാത്രമായ ഒരു കാലമുണ്ടായിരുന്നു. ബേബി ജോണിന്റെയും K ബാലകൃഷ്ണന്റെയും N ശ്രീകണ്ഠൻ നായരുടെയും K പങ്കജാക്ഷന്റെയും നേതൃത്വത്തിൽ RSP കൊല്ലത്താകെ തഴച്ചു വളർന്നിരുന്ന കാലം ഇന്ന് ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. 1996 തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 4 സീറ്റ് വരെ നേടാൻ പാർട്ടിക്ക് സാധിച്ചു. അതായത് കൊല്ലത്ത് അന്ന് CPMനോളം കരുത്തുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു RSP എന്ന് പറയാം. കാലം കടന്നുപോയി, RSP പലതായി പിളർന്നു. 2021 5 സീറ്റുകളിലാണ് RSP മത്സരിച്ചത്. എന്നാൽ പാർട്ടിയുടെ ഈറ്റില്ലം എന്ന വിളിപ്പേരുള്ള ചവറയിൽ പോലും പച്ച തൊടാനായില്ല. ഇരവിപുരത്തും കുന്നത്തൂരും മട്ടന്നൂരും ആറ്റിങ്ങലിലും ദയനീയ പരാജയം നേരിട്ടു. NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിൽ ലോക്സഭാ സീറ്റ് നിലനിർത്താനായത് ഒഴിച്ചാൽ RSPക്ക് ഇന്ന് കൊല്ലത്ത് രാഷ്ട്രീയ തിരിച്ചുവരവ് തേടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും RSPക്ക് ജയിച്ചേ മതിയാകൂ എന്നതാണ് അവസ്ഥ. സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ RSP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റം, ഷിബു ബേബി ജോണിന് മണ്ഡലത്തിലുള്ള സ്വീകാര്യത, ഇവ ചവറയിൽ വോട്ടായി മാറുമെന്നാണ് ഇത്തവണ RSPയുടെ പ്രതീക്ഷ. പക്ഷേ ഇതേ സ്ഥിതിയിലാണ് 2021ലും ഷിബു ബേബി ജോൺ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് LDF സ്വതന്ത്രൻ സുജിത് വിജയൻ പിള്ളയോട് പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം റിസ്ക് എടുക്കാതെ തന്നെ NK പ്രേമചന്ദ്രനെ മുന്നിലിറക്കി കളിക്കാനുള്ള വഴികളും RSP തേടുന്നുണ്ട്. മുമ്പില്ലാത്ത തരത്തിലുള്ള UDFിലെ കെട്ടൊരുക്കം നേട്ടമാകുമെന്നും RSP വിലയിരുത്തുന്നുണ്ട്. ഷിബു ബേബി ജോൺ കൊല്ലത്ത് മത്സരിക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആഗ്രഹം നടക്കില്ലെന്ന് ഷിബു ബേബി ജോൺ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ എന്ന വലിയ ചോയ്സിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കുന്നത്തൂരിൽ യുവ നേതാവ് ഉല്ലാസ് കോവൂരിനെ രംഗത്തിറക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂർ മണ്ഡലത്തിൽ RSP സ്ഥാനാർത്ഥികൾ ദയനീയമായി തോറ്റത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെട്ട ഇരവിപുരത്ത് ഇക്കുറി യുവാക്കളെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് നീക്കം നടക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ MS ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം CP സുധീഷ് കുമാർ എന്നിവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കും. പക്ഷേ ഈ സീറ്റിനായി മുസ്ലിം ലീഗ് രംഗത്തുണ്ട്. അതായത് മുന്നണിക്കുള്ളിൽ ഇരവിപുരത്തിന്റെ പേരിൽ തർക്കം നിലനിൽക്കുന്നത് UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന പേടിയും നിലനിൽക്കുന്നുണ്ട്. M നൌഷാദ് ഇടതുപക്ഷത്തിനു വേണ്ടി വീണ്ടും മത്സരിച്ചാൽ RSP നന്നായി വിയർപ്പൊഴിക്കേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.